വലക സ്ഥലമൊക്കെ നമ്മുടെ കിരീടംസിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ ആഴ്ചയ്ക്ക് ശേഷം പുതിയൊരു കിടുക്കം വീഡിയോ ഇട്ട് വന്നേക്കാണ്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തൊക്കെയായാലും ആ വീഡിയോ എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്നൊരു പുതിയ മീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫൈറ്റർ ഫിഷ്. അപ്പോൾ അതിൻ്റെ ടാങ്ക് സെറ്റപ്പൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പുതിയൊരു മീനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ വേറെ നല്ല ഫൈറ്റർ തന്നെയാണ്. പിന്നെ അതിന് വേണ്ട ടാങ്കും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അത് നമ്മൾ എടുത്തുനിന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ അപ്ഡേറ്റ് ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. നമുക്ക് നേരെ ഇപ്പം എൻ്റെ പുതിയ മീനെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. ഇത് എൻ്റെ ആദ്യത്തെ മീൻ. ഞാൻ നിങ്ങളെ തീർന്ന വീഡിയോ കാണിച്ചായിരുന്നു, കണ്ടില്ലേ? ഇതാണ് എൻ്റെ ആദ്യത്തെ മീൻ. ഇതൊരു ഫൈറ്റർ ഫിഷാണ്. അത് പുതിയ ഫൈറ്റർ ഫിഷിനെ തന്നെയാണ് മേടിച്ചത്. അപ്പോൾ അതിനെ കാണിച്ചു തരാം. ഇതാണ് അതിനുണ്ടായിരുന്ന ടാങ്ക് കേട്ടോ, അതേ കണ്ടല്ലോ. ഇതാണ് മീൻ. ഇത് അടിയിൽ സാൻഡും ഇതിൽ കല്ലാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. അപ്പോൾ ഇതാണ് മീൻ. അപ്പോൾ ഇതിൻ്റെ അടുത്ത മീൻ വന്നതാ നമ്മളെ പുതിയ മീൻ. ഇതാണ് നമ്മളെ പുതിയ മീൻ. ഇങ്ങോട്ട് അടിക്കും കാണുന്നെന്നും തോന്നുന്നു. അതൊക്കെ എടുത്ത് കാണിച്ചുതരാം. എടുത്തല്ല, അങ്ങനെ ഇത് കണ്ടാണ്ടോ? അതെ, ഇതാണ് നമ്മളെ അടുത്ത മീൻ കേട്ടോ. അതെ, ഇത് റെഡ് കളറും വൈറ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് മീൻ. നമ്മൾ രണ്ടിനും ഒരുമിച്ച് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇത് മേളിലോട്ട് അങ്ങനെ വരാറില്ല, കാരണം ഈ വെള്ളം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയുണ്ട്. നിങ്ങൾ കണ്ട ഇതിനെ അടുപ്പിച്ച് കാണുമ്പോൾ അതെ, ഇത് രണ്ടെണ്ണം കാണുമ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇതിന് ചാർജ് ആവും. ചാർജ് ഇതാണ് നമ്മളെ മീൻ കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് മീൻ വന്നേക്കണം. പിന്നെ ഇതിൻ്റെ രണ്ടെണ്ണത്തിന് നമ്മൾ ഇടാൻ പോകുന്ന ടാങ്കാണ് ഇത് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ ഇടാൻ പോകുന്ന ടാങ്ക്, കണ്ടില്ലേ? ഒരു പ്ലാസ്റ്റിക് ആണ്, ചില്ലല്ലത്, ഒരു പ്ലാസ്റ്റിക്കാണ്. അടിയിലിതാ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് സാധനം വെച്ചിട്ടുണ്ട്. കാരണം ഇത് അടിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ അത് ഒട്ടി നമ്മുടെ ഇതിനൊക്കെ ഡാമേജ് ചെയ്യും. അപ്പോൾ അത് ഒന്ന് ഇതാക്കാൻ വേണ്ടി അടിയിൽ ഇങ്ങനത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇത് കിട്ടിക്കോളും. പിന്നെ ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള കവറുണ്ട്, അത് ഞാൻ ഇന്നത്തെ എടുത്തിട്ടില്ല. അത് പിന്നെ കാണിച്ചുതരാം, അടുത്ത വീഡിയോ കാണിച്ചുതരാം. അപ്പോൾ ഇതിലോട്ട് ഇനി ഈ രണ്ടെണ്ണത്തിനെയും ഇതിലോട്ട് വെക്കും കേട്ടോ. പക്ഷേ ഇത് രണ്ടെണ്ണം അടി ഉണ്ടാക്കും. അപ്പോൾ അടി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ ഒരു ചില്ല് വെക്കുന്നുണ്ട്. നടുവിലൊരു ചില്ല് വെക്കും. നടുവിലൊരു ചില്ല് നമ്മൾ മുറിച്ച് വെക്കും. അപ്പോൾ ഇതിന് ഇപ്പുറത്തും ഇതിനെ ഇപ്പുറത്തും ഇടാം, അല്ലേ? മനസ്സിലായി? അപ്പോൾ ഇതിനെ ഇപ്പുറത്തും ഇടാം, ഇതിനെ ഇപ്പുറത്തെ സൈഡിലും ഇടാം. അപ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ ആവും. അതിൻ്റെ കുറേ അപ്ഡേറ്റ് ആയിട്ടൊക്കെ നമ്മൾ വന്നായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിൽ ഇട്ടിട്ട്, ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ ഈ ടാങ്കിൽ ഇട്ടിട്ട് ഇത് ഇവിടെയാണ് വെക്കാൻ പോകുന്നത്. ഈ ഒരു സ്പേസിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് LED ബൾബ് ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് റിമോട്ട് വേറെ ഒന്നും തന്നെയല്ല. എനിക്ക് രണ്ട് മറ്റേ LED ലൈറ്റ് ഉണ്ട്, ഒരു DJ ലൈറ്റുള്ള സംഭവം. അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒന്നാമത്തത്. ഇത് സ്പീക്കറും ഉണ്ട്, ലൈറ്റും ഉണ്ട്. കണ്ടു, ഇത് ലൈറ്റും സ്പീക്കറും ആണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സാധനം. രണ്ടാമത്തെ സാധനം എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു റിമോട്ട് വന്നേക്കണം. അല്ല, ഈ റിമോട്ട് വേറെ ഒന്നും തന്നെയാണ്. അത് ഞാൻ കാണിച്ചത് ലാസ്റ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വെക്കാൻ പോണത്. ഇതിവിടെയാണ് വെക്കാൻ പോണത്, കണ്ടില്ലേ? ഇവിടെ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് LED വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ? ഇവിടെ കുറച്ച് LED ഇവിടെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ വാച്ചാണ്, ഞാനിപ്പോൾ കാണിക്കാനുള്ള. ഇപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ഇത് ഇതിവിടെ കറക്റ്റാണ്. ഇത് കണ്ട, കറക്റ്റാണ്. ഇതിവിടെ അത്ര ഇതില്ല, അങ്ങനെ കറക്റ്റാകുമ്പോൾ അതിലോട്ട് കയറിക്കോളും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എണ്ണത്തിന് എന്താ പറയുക, ഇതിലോട്ട് ഇടാമല്ലോ. ഇതിലെണ്ണത്തിന് നമുക്ക് ഇതിലോട്ട് ഇടാം. അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് വന്നേക്കണത്, ഈ LED സ്വിച്ച് വന്നേക്കണത് ഇതിവിടെയാണ്. അപ്പോൾ ഇതിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടത് ഇങ്ങനെയാവും. ഞാനിപ്പോൾ ലൈറ്റ്, ഇവിടുത്തെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ഇങ്ങനെ, ഞാൻ രണ്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല വെളിച്ചായി. ഇപ്പോൾ ലൈറ്റ് ഓഫായി. അടുത്ത ലൈറ്റ് ഇതാണ് ഇപ്പോഴത്തെ ലുക്ക്. ഞാൻ എൻ്റെ മൊബൈലത്തെ ലൈറ്റും കൂടെ ഒന്ന് ഓഫ് ചെയ്യട്ടെ. അത്ര സുഖമില്ല. എന്തൊക്കെയാണ് നമ്മൾ ഇതിലോട്ട് ഇടുന്നതായിരിക്കും, കണ്ടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറയാം ഗൈസ്, ഇവിടെ തന്നെ വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഹാളിൽ വെക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഹാള് ഞാൻ കാണിച്ചു തരാം. നമുക്ക് നേരെ ഹാളിലോട്ട് പോവാം. അപ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഒന്നും ഇടട്ടെ.
ഇവിടുത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ ഇതൊക്കെ ഓഫ് ചെയ്യാണ്. പിന്നെന്താ അത്രയ്ക്കുള്ളൂ. നമ്മൾ ഹാള് കാണിച്ചു തരാം. ഹാളിൽ ഇനി എവിടെ വെക്കണം നിങ്ങൾ പറയട്ടെ. ഹാള് നമ്മൾ ലാസ്റ്റ് ഇതിൽ ചെറിയൊരു ക്ലിപ്പായിട്ട് തരാം. അപ്പോൾ അതൊന്നും പറയാനുള്ള കാരണം ഹാളിൻ്റെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് നാണമാണ് അവരുടെ മുമ്പിൽ പറയാം. അപ്പോൾ അത്ര ഉച്ചത്തിൽ പറയില്ല. എന്തൊക്കെയാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്താൽ. ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഞാൻ കാണിച്ചത് ഈ ഒരു മീനെയാണ്. പിന്നെ ഇതിൻ്റെ ടാങ്കൊക്കെ എങ്ങനെയാണ് നമ്മൾ വെക്കാൻ പോകുന്നതൊക്കെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, വലിയതായിട്ടൊന്നുമില്ല. വേണ്ടവരൊന്നും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കുക, ലൈക്കും ചെയ്തിട്ട് പോവുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത്രയൊക്കെയുള്ള വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കുക. ഇതിൻ്റെ കുറേ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ പിന്നെയും വന്നേക്കും. ബൈ ഗൈസ്.